658 രൂപക്കാണ് ഇപ്പോൾ CNG അടിച്ചത്. ഫുൾ ടാങ്കാണ്. ഇന്നലെ അടിച്ച CNGയിൽ 161 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളൂ. നല്ല 200 കിലോമീറ്റർ ശരിക്കും ആയിട്ടില്ല. 3000 റുപ്യ ഓടാനപ്പോൾ 200 കിലോമീറ്റർ ആവേണ്ട ആവശ്യമില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. 6:17 ഇന്ന് നമ്മൾ ഇറങ്ങുന്നത്. നേരം വെളുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. 6:17 സമയമുള്ളത്. നമുക്ക് ഊബർ ഒക്കെ ഓണാക്കി നോക്കാം. വണ്ടി കയറിയിട്ട് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. CNG ഉണ്ടോ, 2 അട്ട പോയി. ഇപ്പോൾ ഒരു അട്ട ഇന്നലെ വെച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എടുത്തപ്പോൾ 2 അട്ട പോയി. അത് രാത്രി എന്നും ഇതന്നെ അവസ്ഥ. രാത്രി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഊബർ ഓണായിട്ടുണ്ട്. ഇനി റാപ്പിഡോ കൂടെ ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മുണ്ടമ്പാലം പോയിട്ട് ഒരു കട്ടൻ ചായ കുടിക്കുക, പരിപാടി തുടങ്ങുക. ഇന്ന് നമ്മൾ CNG നമ്മൾ ട്രിപ്പ് 0 ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് B നമ്മൾ ചെയ്യുന്നത് കിലോമീറ്റർ, ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് എത്ര കിലോമീറ്റർ നമ്മൾ ഊബർ ഓഫ് ചെയ്യുമ്പോഴത്തേന് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം. ചായ കുടിക്കുന്ന ഇടയിൽ ചായ ഫുള്ളാക്കിയില്ല. 800 1 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് നമുക്കൊരു എയർപോർട്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 500 രൂപയുടെ. കട്ടൻ ചായ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺ മൈ വേ 3 മിനിറ്റ് എന്നൊക്കെ ഇട്ടു. അപ്പോൾ ഓക്കെ എന്നിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആളെ കാണാനില്ല. ആള് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ബബ്ബായി. അപ്പോൾ നമ്മളിവിടെ എയർപോർട്ടിലെത്തി. ആള് കുഴപ്പമില്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ സൈഡായി കൊടുത്തു. ചായയൊക്കെ കുടിച്ചിട്ട് അത്താണിയിൽ നിന്ന് ഒരു ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഏതായാലും ആളെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 165 ഉണ്ട് ക്യൂ വണ്ടി എയർപോർട്ടിൽ. 161 165 ഉണ്ട്. നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, കുറേ സമയമാവും. പക്ഷെങ്കിൽ ഇടയ്ക്കിട്ട് എയർപോർട്ടിൽ മാച്ച് ട്രിപ്പ് വരാറുണ്ട്. ഒരു 100 ക്യൂ ആകുമ്പോൾ ഒരു മാച്ച് ട്രിപ്പ് വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ എയർപോർട്ടിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോട്ടെ, വിളിച്ചോട്ടെ. ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാം. ഒറ്റക്ക് നിൽക്കുന്നത് രസമല്ല. 2 മിനിറ്റ് നമുക്ക് ഇവിടെ 2-3 മിനിറ്റ് നമുക്ക് ഇവിടെ നിർത്തിയിടാം. കാരണം 10 മിനിറ്റ് നമുക്ക് ഇവിടെ അലോഡാണ്. 10 മിനിറ്റ് അലോഡ് പറഞ്ഞാൽ 60 രൂപ പോവും. പിന്നെ വീണ്ടും നിൽക്കണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിലേറെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് 90 രൂപ ആവും. 2 മണിക്കൂറിന് 90 രൂപ. അപ്പോൾ ആ 10 മിനിറ്റ് നമുക്ക് ഇവിടെ എവിടെയൊക്കെ നിൽക്കാൻ പറ്റും നോക്കാം. ബാക്കി നമുക്ക് പുറത്ത് പോയി നിൽക്കാം. ഒരു ചെറിയ 300 രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 8:37 ആയപ്പോൾ. അപ്പോൾ ഇത് 1 കിലോമീറ്ററിനുള്ളൂ ഡ്രോപ്പ് ഉള്ളൂ. അപ്പോൾ അത് ലാഭമാണ് നമുക്ക്. ഏതായാലും പോയോക്കട്ടെ. അവിടെ ഒരു ശരവണ ഭവൻ ഉണ്ടായി എന്നാണ് പിക്കപ്പ്. അവിടെ നിൽക്കുന്നുണ്ട് തോന്നുന്നുണ്ട്, അവരായിരിക്കും. ഏതായാലും ഇത് കഴിയട്ടെ. ഇപ്പോൾ നമുക്ക് ലാഭമായിട്ടോ 314 രൂപ കിട്ടി നമുക്ക്. ആകെ ഡ്രോപ്പ് ഓഫ് 1.59. അത് ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഇത്ര ആയതല്ല. എന്നുണ്ടെങ്കിൽ ഇത്ര ആവില്ല. പക്ഷെ ഇതിൽ വന്നപ്പോൾ 300 സംതിങ് എനിക്ക് കാണിച്ചു. പക്ഷെ ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ടോ 115 രൂപ. അപ്പോൾ ഞാൻ നെട്ടി, ഞാൻ കണ്ടത് മാറിപ്പോയി എഴുതി. അപ്പോൾ ക്യാഷ് കളക്ട് 115 ഉള്ളൂ. നമുക്ക് ഏണിങ്സ് ആയിട്ട് 314 തരുന്നുണ്ട്. അത് ഊബറിൻ്റെ വക, അവർക്ക് ഓഫറായിരിക്കും. ഏതായാലും ലാഭമായി. പക്ഷേ എങ്കിൽ നമ്മളെ ക്യൂ കാണിക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. ക്യൂ എവിടെയും പോകുന്നില്ല. പെട്ടെന്ന് തന്നെ സമയം പോയിട്ടില്ലല്ലോ. ഉണ്ടോ? 1:05 കുറഞ്ഞ് കിട്ടിയിട്ട് നമുക്കത്. അപ്പോൾ ഇങ്ങനത്തെ ട്രിപ്പ് കിട്ടണത് നല്ലതാണ്. അപ്പോൾ നമ്മളത് 100 എത്ര ഉണ്ടായിരുന്നു ക്യൂ, 130 എത്ര ഉണ്ടായിരുന്നു ക്യൂ. മൊത്തത്തിൽ കുറയും ചെയ്ത് ഇങ്ങനെ ആയി കിട്ടി 1:05. അപ്പോൾ ഇനി ഊബർ ട്രിപ്പ് എടുത്തിട്ട് എയർപോർട്ട് ട്രിപ്പ് എടുത്തിട്ട് പോയാൽ മതി. 300 രൂപ കിട്ടി. എയർപോർട്ട് ഇപ്പോഴാണ് നമുക്കൊന്ന് സന്തോഷ ട്രിപ്പ് തന്നത്. വെറുതെ 1.79 കിലോമീറ്റർ ഓടിയപ്പോഴത്തിന് 314 രൂപ പൈസയും കിട്ടി. ക്യൂ കുറഞ്ഞും കിട്ടി. 1:05 അപ്പോൾ ഇനിയിപ്പോൾ അടി വരും. വലിയൊരു ട്രിപ്പ് അടി വരും. വലുത് കിട്ടിയില്ലെങ്കിലും നമുക്ക് ആ എറണാകുളം സൈഡ് കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ 400-500 കിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ക്യൂവിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ ഇതേപോലെ 1:05 ആയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ട്രിപ്പ് ആയിട്ട് തന്നെ വരും. 4 ട്രിപ്പ് വരും. നമുക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഒരു ട്രിപ്പ് വന്നു, അത് വേണ്ട, 400 രൂപയുള്ളൂ, ഒഴിവാക്കാം. വീണ്ടും വരും ട്രിപ്പ് വരും. അങ്ങനെ 4 ട്രിപ്പ് വരും. ആ 4 ഏതെങ്കിലും ഒന്നെടുത്ത് പോകണം. ഇല്ല
അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സമയമാവും, അല്ലാന്നുണ്ടെങ്കിൽ ക്യൂ ഒന്ന് ഔട്ടാവും. അതിൻ്റെ അടുക്ക് മാച്ച് ട്രിപ്പായിട്ട് വരും. അത് പിന്നെ അതിന് കണക്കൊന്നുമില്ല തോന്നുന്നു. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ ലാഭമായി. വിഷ്ണു ഇന്ത്യയിലാറെ 10 ക്യൂവില് നേരത്തെ ആയിരുന്നു. ഇപ്പം ഞാൻ നല്ലോണം നേരത്തെ ആയി, 1:05. അവൻ്റെ എപ്പോഴും 100 ഉണ്ടാവും ചിലപ്പോൾ. പോയി കാണട്ടെ. ഒരു അരമണിക്കൂറായിട്ടില്ല അപ്പൊ തന്നെ ട്രിപ്പ് അടിച്ചു. 9:09 ആയപ്പോൾ എടപ്പള്ളിക്കാണ് അടിച്ചത്. 571 രൂപയുടെ ട്രിപ്പ്. അപ്പോൾ വിഷ്ണു പറഞ്ഞു ഏതായാലും 1:05 ആയിക്കണു ക്യൂ, വലിയ അടികൾ ട്രിപ്പുകൾ വരും. പിന്നെ ഞാനിത് മാച്ച് ട്രിപ്പാണ് വന്നത്, ഞാനിത് എടുത്തു. പിന്നെ കുഴപ്പമില്ല, ടൗണിൽ പോയ വേറെ ഓട്ടങ്ങൾ ഓടാലോ. മറ്റേ ഇൻ്റർസിറ്റി പോയി കഴിഞ്ഞാൽ റിട്ടേണും ഉണ്ടാവില്ല. അപ്പോൾ പോണ്ട, അപ്പോൾ ടൗണിലേക്കുള്ള ഓട്ടം തന്നെ എടുക്കരുത്. 571 രൂപ ഉണ്ട്. അപ്പോൾ കിലോമീറ്ററിന് 22 രൂപ വെച്ച് കിട്ടും. പിന്നെ കുഴപ്പമില്ല, 22 കിലോമീറ്റർ ഉണ്ട്. ഏതായാലും പോയി പിക്ക് ചെയ്യട്ടെ. ആള് കോൾ ചെയ്തിട്ട് എടുക്കുന്നില്ല, പക്ഷെ ഹെഡൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് എയർപോർട്ടിനകത്ത്. ഇന്റർനാഷണലാണ്. അപ്പോൾ ഏതായാലും പോയി ആളെ പിക്ക് ചെയ്യട്ടെ. രശ്മിയാണ്, രശ്മി. ഓണൊന്ന് സന്തോഷിച്ചപ്പോൾ നമുക്ക് പണി തന്ന്. ഇവിടം വരെ എത്തോളം അത് ഹെഡ് ഉണ്ടായിരുന്നു. ഫേക്ക് ട്രിപ്പ് അടുപ്പിച്ചതാണ്. 16 രൂപ നമുക്ക് കിട്ടിയത്. പിന്നെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടായിരുന്നു രശ്മി എന്നുള്ളത്. ഈ ഫേക്ക് ട്രിപ്പ് അടിക്കണത് ആരാന്നാവും. മറ്റേ ഞാൻ വിളിച്ചിട്ട് 2 കോൾ അടിച്ചിട്ടും എടുത്തില്ല. പിന്നെ ഹെഡ് കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് കയറി വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചു പോയി. അതായത് 60 രൂപ പോയി. വീണ്ടും അടിച്ചു ഗേസ്, വീണ്ടും അടിച്ചു. നമുക്കൊരു ബാലയെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അയ്യപ്പൻകാവ് 700 രൂപയുടെ ഫെയർ. 571 പോയപ്പോൾ 700 രൂപയുടെ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു ഹിന്ദി പെണ്ണ് പുറത്തേക്ക് ആക്കി തരുമോ എന്ന് ചോദിച്ചു. എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ട്രിപ്പ് അടിച്ചില്ല. എന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ കൊണ്ടാക്കിയാണ് പുറത്തേക്ക്. കാലുകൊണ്ട് വയ്യാത്തൊരു പെണ്ണ്. പിന്നെ ഏതായാലും നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നാളെ പിക്കട്ടെ. അയ്യപ്പൻകാവിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ട്രിപ്പ് കഴിഞ്ഞു. ടോട്ടൽ 1513 രൂപയായി. സമയം 10:33. ലാസ്റ്റ് ട്രിപ്പ് 703 രൂപ നമുക്ക് കിട്ടി. നമുക്ക് ആദ്യൊരു ട്രിപ്പ് കിട്ടി. എന്തോ ഒരു രശ്മിയാണ് ട്രിപ്പ് പെണ്ണ്. അതവിടെ കറക്റ്റ് അവിടെ എത്തിയേക്ക് മറ്റേ ആളെ പിക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ക്യാൻസലായി. അപ്പോൾ നമ്മളെ 100 രൂപ, നമുക്ക് അതിന് 16 രൂപയാണ് നമുക്ക് ക്യാൻസലേഷൻ്റെ റേറ്റ് കിട്ടിയത്. പക്ഷേങ്കിൽ അത് പോരാ, നമുക്ക് 60 രൂപ എയർപോർട്ടിനകത്ത് കയറി പോയാൽ ടോളിൻ്റെ കട്ടാവും. ഏതോ ഫേക്ക് അടിച്ചതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോയിരുന്ന സമയത്താണ് പിന്നെ 1:05 ക്യൂ. അകത്ത് കടന്നാലോ എന്ന് കരുതി. ഏതായാലും 60 രൂപ പോയി. ഇനി ഒരു 40 രൂപ കൊടുത്താൽ അകത്ത് തന്നെ കിടക്കാം 2 മണിക്കൂർ. അതിൻ്റെ ഉള്ളിൽ എന്തായാലും ട്രിപ്പ് അടിക്കും. പിന്നെ ഇനിയിപ്പോൾ പുറത്തിറങ്ങി കയറുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 60 പോകും. അപ്പോൾ 120 രൂപ ആവും. അപ്പോൾ അതിലാറെല്ലാം അകത്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മുടെ വിഷ്ണു പുറത്താണ്. അപ്പോൾ പിന്നെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നല്ലതല്ലേ എഴുതിയിട്ട് പുറത്തിറങ്ങാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഒരു നേപ്പാളി പെൺകുട്ടി അപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് ആക്കി തരുമോ ചോദിച്ചു. എത്ര രൂപ ആവും ചോദിച്ചു. ആളെ കാലിന് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊണ്ടേക്കാൻ നിൽക്കായിരുന്നു. അപ്പോൾ അതിന് ട്രിപ്പ് അടിച്ച് 703 രൂപയുടെ ഈ ട്രിപ്പ്. അത് നമ്മൾ 28 കിലോമീറ്ററാണ് പോകുന്നത്. നല്ല ബ്ലോക്ക് ഉണ്ട്. 1 മണിക്കൂറും 6 മിനിറ്റ് കൊടുത്തു. പിന്നെ അങ്ങനെ ഏതായാലും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 10:34 ആയിട്ടുണ്ട് സമയം. ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. 1500 ആയിട്ടുണ്ട്. റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് അടിച്ചു. പിന്നെ ഇവിടെ എത്താൻ നേരത്തെ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. അത് 2 ക്യാൻസലായി. ഇപ്പോൾ റാപ്പിഡോ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്. ഇനി ഓണാക്കട്ടെ. ക്യൂൻസ് വെയർ ഇങ്ങനെ നിൽക്കായിരുന്നു. ഇവിടെ വന്ന് ക്യൂൻസ് വെയർ കുറച്ച് നേരം നിൽക്കായിരുന്നു. വേക്കിലൊരു ചായക്കട ഉണ്ട്. അവിടുന്ന് ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു വന്നതാണ്. അപ്പോഴാണ് ഊബറിൽ ഞാൻ കണ്ടത് ടിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പച്ച കളറിൽ സ്ക്രീനിൽ മേലെ ഇങ്ങനെ വന്ന്. പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മറ്റേ എയർപോർട്ടിൽ നിന്ന് വന്ന ആളുണ്ടല്ലോ, ആളിട്ടതാണ് ടിപ്പ്. പെട്ടെന്നുണ്ട് ഞാനവിടെ ഇരിക്കുമ്പോൾ പച്ച കളറിൽ മേലെ ടിപ്പ് എന്ന് വന്നുണ്ട്. കണ്ടാ ഒരു 25 രൂപ. 100 രൂപ നമുക്ക് എയർപോർട്ടിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ടോൾ കിട്ടിയിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 100 രൂപ ടോളിൻ്റെ പൈസ തരും. 60 രൂപ ഉള്ള ശരിക്ക് 100 രൂപേൻ്റെ ഇത് തരും. ഫെയർ 703, 25 രൂപ ടിപ്പ്, 828. ഇനി ഏതായാലും വേക്കുന്ന ഒരു ചായ കുടിക്കട്ടെ, വിശക്കുന്നുണ്ട്. നമുക്ക് ചായ അടിച്ച് വന്നപ്പോഴേ പിന്നെ റാപ്പിഡോയിലൊരു ട്രിപ്പ് അടിച്ചു 150-ന്. അവിടെ ഉള്ള വേറെ 2 ചങ്ങായിമാരുടെ ഫോണിലും ഈ അതേ ട്രിപ്പ് തന്നെ വന്നു. മാച്ച് ട്രിപ്പാണല്ലോ റാപ്പിഡോയിൽ വരിക. എല്ലാവരും ഒരു ചാടി എടുക്കലാ. ഞമ്മക്കാ കിട്ടിയത്.
അതിന് മുമ്പ് നേരത്തെ ചായ കുടിച്ചപ്പോ ഒന്നും വന്നില്ല, ഞാൻ നോക്കാൻ പറ്റില്ല, അപ്പൊ ഇതിന് പോയി. 181 രൂപയുടെ ട്രിപ്പാണത്. പക്ഷെ പിക്കപ്പ് 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. അയ്യോ, ഊബർ ഓഫ് ചെയ്തിട്ടില്ല, ഊബർ ഓഫ് ചെയ്യട്ടെ. എവിടുക്കാ സ്ഥലം നോക്കിയില്ല, ഡ്രോപ്പ് എടുക്കാൻ നോക്കിയിട്ടില്ല, കഴിഞ്ഞിട്ട് പറയാം. ഊബർ ഓഫ് ചെയ്യാൻ നേരത്ത്, കറക്റ്റാ നേരത്ത് 195 ഊബറിൽ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ച്. ഏതായാലും പിന്നെ റാപ്പിഡോ ആയിരിക്കും ലാഭം നമുക്ക്, അത് കിലോമീറ്ററിന് അത്യാവശ്യം രൂപ കിട്ടും. ഇത് 8 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഊബറിൽ അടിച്ചത്, ഞാനത് ക്യാൻസൽ ചെയ്തു. റാപ്പിഡോ ഏതായാലും പിക്ക് ചെയ്യാൻ വന്ന് 1 കിലോമീറ്ററും കൂടി ഉള്ളു ഇനി പിക്ക് ചെയ്യാൻ. കറക്റ്റ് ആ സമയത്ത് ഊബർ ഓൺ ആക്കിയപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ച്. ഇത് ഇവരായിരുന്നു, ഒരു പ്രായമായ അമ്മൂമ്മയും അപ്പൂപ്പനും. ഇവരെ കൊച്ചുമോളെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ 6 കിലോമീറ്റർ ഉണ്ടായിരുന്നു റാപ്പിഡോയില്. അത് ഷോർട്ട് കട്ടിലൊക്കെ പോന്നിട്ട് ഒരു 3 കിലോമീറ്ററിൽ ഒതുങ്ങി. അതുകൊണ്ട് 150 രൂപ 3 കിലോമീറ്ററിന് നമുക്ക് കിട്ടി. മറ്റേത് 8 എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ഊബറിൽ, 195 എത്ര. അത് കളഞ്ഞ് നന്നായി. 3-4 കിലോമീറ്ററിൽ നമുക്ക് 150 രൂപ കിട്ടിയല്ലോ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇതിപ്പോൾ പാലാരിവട്ടം ഹൈവേൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അഞ്ചുമനയാണ്, അഞ്ചുമന. നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അവിടെ കറക്റ്റ് ഒന്ന് പാർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഊബറിലൊരു ട്രിപ്പ് അടിച്ചു 100 രൂപയുടെ. ഒരു 600 മീറ്റർ പിക്കപ്പും 1 കിലോമീറ്റർ ഡ്രോപ്പും. ആളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനിയാണ് പേര്, ആനിയോ. നമ്മൾ നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്ത് നിന്നാണ്. അപ്പം ഞാൻ വണ്ടിൻ്റെ സീറ്റ് ബെൽറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് ഒരു മോനും അച്ഛനും ആയിരുന്നു. അപ്പോൾ അവർ ബാക്കത്തെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് നമ്മളെ പുതിയ വണ്ടിൻ്റെ ഒക്കെ സീറ്റ് ബെൽറ്റ് ബാക്കിൽ ആളില്ലെങ്കിലും കണക്ട് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഈ കസ്റ്റമർ കയറിയപ്പോഴും സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണക്ട് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ട്രിപ്പ് അടിച്ചത് 100 രൂപയുടെ. ആളടുത്തേക്ക് എത്താനായി 200 മീറ്ററും കൂടി ഉള്ളൂ. അത് എവിടുക്ക ഡ്രോപ്പ് ഞാൻ നോക്കിയില്ല. 1 കിലോമീറ്റർ ഉള്ളൂ ഡ്രോപ്പ്, അല്ല 2 കിലോമീറ്റർ. 100 രൂപ, കറക്റ്റ് 100 രൂപ. അത് നമുക്കൊരു 90 രൂപ കിട്ടും. ഈ 90 രൂപയുടെ ട്രിപ്പൊക്കെ തൃശ്ശൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എറണാകുളത്ത് ഏകദേശം ഇങ്ങനെ അടിയിൽ തുടങ്ങിയേക്കണം 100 രൂപയുടെയും 90 രൂപയുടെ ഒക്കെ. അത് 100 രൂപ ഉണ്ട്, പക്ഷേ നമുക്കത് ട്രിപ്പ് കഴിയുമ്പോൾ 90 കാണിക്കുള്ളൂ, ബാക്കി ടാക്സ് പോകും. ആ ട്രിപ്പ് നമ്മളെ റിനേമഡ് സിറ്റിയിലേക്കായിരുന്നു, ഹോസ്പിറ്റലിലേക്ക്. അത് കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട്. ലോങ് സമയം കാണിക്കുന്നത് എടുത്തിട്ടുണ്ട് എന്തായാലും ഡാനിയേൽ. അപ്പോൾ റിനേമഡ് സിറ്റിക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് വേറെ ട്രിപ്പ് അടിച്ച്. അത് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇത്, ഫ്ലാറ്റാണിത്. അപ്പോൾ അവിടെ ഒരു കോമഡി ഉണ്ടായി. നമ്മളെ വണ്ടിക്ക് കൂളിംഗ് ഒട്ടിച്ചോണ്ടേ ഉള്ളിൽ ആളുണ്ടോ ഇല്ലെന്ന് അറിയില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് പിക്കപ്പ് ട്രിപ്പ് അടിച്ചല്ലോ, സെക്യൂരിറ്റിക്കാരൻ നോക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി വന്നിട്ട് ഡോറാണ് തുറന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് പിന്നെ കയറിയത്. നമ്മളെ എയർപോർട്ട് ട്രിപ്പേ വെയിറ്റിങ്ങിലാണ്, ചിലപ്പോൾ ക്യാൻസലായില്ലേ. നല്ലൊരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. സമയം 1:36 ടെർമിനൽ 3 ആണ്. രാവിലെ പിക്ക് ചെയ്തത് ടെർമിനൽ 3. ഇതിൻ്റെ അരേവൽ ഇതിൻ്റെ അടിഭാഗത്താണ്. ഇത് ഫ്ലൈ ഓവറിൻ്റെ മേലെയാണ് 3 ഡിപ്പാർച്ചർ. അപ്പോൾ 554 രൂപയാണ് നമുക്ക് ഇതിന് കിട്ടിയത്. 27 കിലോമീറ്റർ. ടോട്ടൽ 2316 രൂപ ആയിട്ടുണ്ട്. ഒരു സായിപ്പായിരുന്നു. സായിപ്പിനെ കൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. Hello, I'm from London, UK. Okay, thank you. ക്യൂ 120 ക്യൂവിൽ കിടക്കുന്നത്. നമുക്ക് സ്പോട്ടിൽ വല്ല ട്രിപ്പ് അടിയോ നോക്കി നോക്കാം. 10 മിനിറ്റ് സമയമുണ്ട്. സ്പോട്ടിൽ അടിയാണെന്നുണ്ടെങ്കിൽ കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വിഷ്ണുവിനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിഷ്ണു ഇവിടുന്ന് പോയിക്കോളാന്ന് അറിയില്ല. അവനെ ആദ്യം വിളിച്ചപ്പോൾ ബിസി ആക്കി. എനിക്ക് ഒന്നിന് ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവും. പിന്നീട് 2 തവണ നമുക്കിട്ട് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ടെർമിനൽ 3. ഇത് ഫുള്ള് സോളാർ. ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ വാല് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണൂല.
ടെർമിനൽ 3 എന്ന് ഇറങ്ങുമ്പോഴാണ് എയർപോർട്ടിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്നത്. എല്ലാ വ്യൂവും കിട്ടും. നേരത്തെ ആ നേപ്പാളി പെണ്ണ് ഇവിടെ ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ആ ട്രിപ്പ് ഇപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റായിരുന്നു. ഒരു 200 റുപ്യ വാങ്ങിയാലും കുറച്ച് അപ്പുറത്തേക്ക് 4 കിലോമീറ്ററൊക്കെയാണ്, ലാഭമായിരുന്നു. മറ്റേത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ പ്രയോറിറ്റിയിലാണ് കടന്നതിന് 1.5 കടന്നത്. അപ്പം നമുക്ക് കൊണ്ടുപോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ ട്രിപ്പ് അടിച്ച് പോയത് നന്നായി. ഇപ്പം അങ്ങനെ ആരെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇത് ഇറങ്ങുന്ന അവിടെ എത്തി, ടോളിൻ്റെ അവിടെ എത്തി. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങാം. 3 ചുറ്റി ഇറങ്ങി വരുമ്പോഴത്തേന് തന്നെ 10 മിനിറ്റ് ആവും. ഡൊമസ്റ്റിക്കിലെ പോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് വിളിച്ചു നോക്കാം വിഷ്ണുവിനെ. നമ്മളേതായാലും ക്യൂവിൽ കിടക്കാമെന്ന് വിചാരിച്ചു. വിഷ്ണു ഇവിടെ ഇല്ല, തൃശ്ശൂർ പോയിട്ടുണ്ട്. 1500 എത്ര ഫെയർ കിട്ടിയിട്ട് നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ക്യൂ ഇവിടെ 111-15 കിടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ 100 ഒരു മാച്ച് ട്രിപ്പ് വരാൻ സാധ്യത ഉണ്ട്, വരാറുണ്ട് 100. അപ്പോൾ ഏതായാലും 100 അപ്പോൾ കുഴപ്പമില്ല. അതൊരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു 700 രൂപയുടെ ട്രിപ്പ് അടുത്ത് വന്നോളും. പിന്നെ ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. പിന്നെ ഫ്ലൈറ്റ് അവിടെ എയർപോർട്ടിൽ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ഒന്നും കാണാനില്ല. എന്തായാലും കുഴപ്പമില്ല, 100-115 ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളും. അപ്പോൾ ടൗണിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നല്ല ബ്ലോക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഇടാം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ. ഫുഡൊക്കെ കഴിച്ചിട്ട് വണ്ടിയിൽ തന്നെ കുറച്ച് നേരം ഫോണുമ്പോൾ കളിച്ചിരിക്കാം. അപ്പോൾ ഇതിന് നല്ലൊരു ട്രിപ്പ് അടിച്ചോളും. ഇത് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 5 മണിയായി, 5:03 സമയം. എയർപോർട്ടിൽ പിന്നെ നിൽക്കണ്ടില്ല എന്നൊക്കെ തോന്നി. തീരെ കുറയണില്ല, ക്യൂ നീങ്ങണുണ്ടായിരുന്നില്ല. അപ്പോൾ ഒപ്പമുള്ള ഒരാൾ ഇവിടെ കടന്ന് ഓടണില്ല, ഞാൻ ടൗണിൽ പോവാണെന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ എനിക്ക് ട്രിപ്പ് അടിച്ച് 340 റുപ്യ ഉള്ളൂ ആലുവക്ക്. എന്തായാലും കുഴപ്പമില്ല, ടൗണിൽ അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവിടെ കടന്നിട്ട് വെറുതെ സമയം കളയണ്ടല്ലോ. ഇൻ്റർനാഷണൽ ടൂരാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയോട്ടെ. ആളെ എബിയാണ്, എബി. അങ്ങനെ നമ്മൾ 7:10 എടപ്പള്ളി CNG അടിക്കാൻ വന്നേക്കാണ്. നമ്മൾ എയർപോർട്ട് വന്നതിന് ശേഷം മൂന്ന് ട്രിപ്പ് ഓടി. എടപ്പള്ളിയിലും പാടായപ്പോൾ 3 ട്രിപ്പ് ഓടി. 3044 രൂപക്ക് ഇന്ന് ഓടിയിട്ടുണ്ട്. അപ്പോൾ ടീ ബ്രേക്ക് ഇട്ട് വെച്ചിട്ടാണ് CNG അടിക്കാൻ, നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ CNG അടിച്ചത് 658 രൂപക്കാണ് ഇപ്പോൾ CNG അടിച്ചത്. ഫുൾ ടാങ്കാണ്. ഇന്നലെ അടിച്ച CNGയിൽ 161 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളൂ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 0 ആക്കാം. ഇന്ന് നമ്മൾ രാവിലെ പണിക്ക് ഇറങ്ങുമ്പോൾ ട്രിപ്പ് 0 ആക്കിയാണ് ഇത്. അപ്പം 152 കിലോമീറ്റർ ഇപ്പം ഇന്ന് പണിക്ക് ഇറങ്ങിയിട്ട് ഇതായിട്ടുണ്ട്. അപ്പം 3000 റുപ്യ ഓടിയിട്ടുണ്ട്. 3000 റുപ്യ ഊബറിലും 180 രൂപ റാപ്പിഡോയിലും ഓടിയിട്ടുണ്ട്. അപ്പോൾ 200 കിലോമീറ്റർ ശരിക്കും ആയിട്ടില്ല. 3000 റുപ്യ ഓടാൻ അപ്പോൾ 200 കിലോമീറ്റർ ആവേണ്ട ആവശ്യമില്ല. 3152 രൂപക്ക് ഓടിയിട്ടുണ്ട്. ഇനി ചിലപ്പോഴേ ഓടുള്ളൂ, എന്തായാലും നോക്കിയിട്ട് പറയാം. അങ്ങനെ നമ്മൾ സമയം 9:34 ആയപ്പോൾ നമ്മൾ ഓഫ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇപ്പോൾ 2 ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, പരിപാടി നിർത്തി. റാപ്പിഡോയിൽ നമ്മൾ ഒരു ട്രിപ്പ് ഓടിയിട്ടുള്ളൂ, 181 രൂപയുടെ ഒരു ട്രിപ്പും. പിന്നെ ഊബറിൽ നമ്മൾ ഓടിയത് 3250 രൂപയുടെ ട്രിപ്പും. ഇപ്പോൾ 2 ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. റാപ്പിഡോയിൽ 2 വട്ടം അടിച്ചു, ഊബറിൽ ഒരു വൈറ്റിലെ ഹബ്ബ് അടിച്ചു 220 രൂപയുടെ. ഞാനത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.